ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീനയാണേ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്ന സ്റ്റോറിയുടെ 6th പാർട്ടായിട്ടാണ്. സ്റ്റോറി ഏതാണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണുമല്ലോ. അപ്പം അതിൽ മുൻപത്തെ ഭാഗങ്ങളൊന്നും കേൾക്കാത്തവരാണെങ്കിൽ പാർട്ട് 5 വരെയുള്ള ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയേ. അപ്പോൾ പാർട്ട് 6 തുടങ്ങിയാലോ? ഒരു മേളം കഴിഞ്ഞ് അങ്ങനെ കിടക്കുമ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടത്. ചെന്ന് നോക്കിയപ്പോൾ അത് നീനുവാണ്, അതും വീഡിയോ കോള്. അമ്മ ചോദിച്ചു, ആരാ മോനെ ഈ നേരത്ത്? അത് നീനുവാ. അവളെന്താ ഈ സമയത്ത്? അപ്പോൾ ശ്വേതാൻറ്റി പറഞ്ഞു, അവൾക്ക് കഴപ്പ് കയറി വിളിക്കുന്നതാവും. ലിഫ്റ്റിലുള്ള ജാക്കി ചാൻ്റെ അഭ്യാസം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു, എന്തായാലും നീ എടുക്ക്, ഞങ്ങളെ കാണാതെ നോക്കണം. ഞാൻ ഡ്രസ്സെല്ലാം ഉടുത്ത് രണ്ടാമതും കോൾ വന്നപ്പോൾ ഞാൻ എടുത്തു. മറ്റുള്ളവരെ കാണാതെ മറുവശത്ത് നിന്നാണ് എടുത്തത്. കോൾ എടുത്തപ്പോൾ പുള്ളിക്കാരി കിടക്കയാണ്. ടീഷർട്ടാ വേഷം, പുതപ്പ് കൊണ്ട് നെഞ്ചു വരെ മറച്ചിട്ടുണ്ട്. ഹായ് ഹായ്, എന്താ ഈ നേരത്ത്? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. വെറുതെയോ? അല്ല, ഞങ്ങൾ കസിൻസ് നാളെ കൂടുന്നുണ്ട്. മോനൂസ് ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പാ? അതോ, ഞങ്ങൾക്ക് ഒരു കേസ് ബിയറും ഒരു ബോട്ടിൽ മദ്യവും വാങ്ങിച്ചു തരണം. പറ്റില്ലെന്ന് പറയരുത്, ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് പോയി വാങ്ങാൻ പറ്റില്ല. അത്രയേ ഉള്ളോ? അത് ഞാൻ ഏറ്റു. താങ്ക്സ്. അപ്പോഴാ അവളുടെ ബാത്റൂമിൽ നിന്നും ഒരു മൂളിപ്പാട്ട് കേട്ടത്. അതാരാ ബാത്റൂം സിംഗറ്? അത് മിത്തുവാ, കുളിക്കുക. ഇപ്പോഴാണാ കുളിക്കുന്നത്? ചൂടെടുത്തിട്ടാ, ഇപ്പോൾ വരും. അവളോടൊരു ഹായ് പറഞ്ഞേക്ക്. ഇപ്പോൾ വരും, നേരിട്ട് പറഞ്ഞോ. എന്നിട്ട് നീനു ഫ്രണ്ട് ക്യാം ഓണാക്കി. അപ്പോൾ മിത്തു ഒരു ബാത്ത് ടവൽ മാത്രം ഉടുത്ത് പുറത്തു വന്നു. മുട്ടുവരെ ഇറക്കമുണ്ട് ടവലിന്. മുടി വിറകിൽ കെട്ടിവെച്ചേക്കുന്നു. നീണ്ടു പറഞ്ഞു, എടി മോനൂസാ ഫോണിൽ, ഒരു ഹായ് പറഞ്ഞേക്ക്. മിത്തു ഒരു ചമ്മിയ മുഖത്തോടെ ഒരു ഹായ് പറഞ്ഞ് വേഗം പോയി. നീനുവിനോട് നിന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അവൾ പോയത്. നീനു അപ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഹായ് പറഞ്ഞില്ലേ? എന്നാൽ ശരി, നാളെ കാണാം. ഒരു 6 മണിയാകുമ്പോൾ വന്നാൽ മതി. എന്നാൽ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഫോൺ കട്ട് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ അമ്മയും ആൻറ്റിയും ഒരു കള്ളച്ചിരിയോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളെ അവരുടെ എല്ലാം പൊളിയും. മോനൂസേ, നോക്കിയും കണ്ടും ചെയ്തോ, കൊച്ചു പിള്ളേരാ. കസിനല്ലേ, അപ്പോൾ അവരുടെ സ്ഥിരം ചട്ടിക്കൂട്ടമാവും. കൂട്ടത്തിൽ ഷീജമ്മേമയും കിട്ടാൻ ചാൻസ് ഉണ്ട്. നീ നാളെ എപ്പോഴാണ് പോകുന്നേ? 4 മണിക്ക് പോകണം. ഒരു കല്യാണ വർക്കുണ്ട്, ഇല്ലെങ്കിൽ കുറച്ച് നാൾ കൂടി നിന്നേനെ. ശ്വേതാൻറ്റി അമ്മയെടുത്ത് പറഞ്ഞു. ഹോ, അപ്പോൾ അത്രയ്ക്ക് സുഖിച്ചല്ലേ? പിന്നില്ലാണ്ട്. വാ, എല്ലാവരും കിടക്കാൻ നോക്ക്, അമ്മ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും അങ്ങനെ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്നു. രാവിലെ ഞാൻ എണീക്കുമ്പോൾ റൂമിൽ ആരും ഇല്ലായിരുന്നു. ഹാളിൽ ചെല്ലുമ്പോൾ കണ്ണൻ ഡ്രസ്സ് മാറി നിൽപ്പുണ്ട്. എന്നെ കണ്ടതും എല്ലാവരുടെയും മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഇന്നലത്തെ സംഭവങ്ങളാണെന്ന് മനസ്സിലായി. കണ്ണൻ എന്താ ഡ്രസ്സ് മാറി നിൽക്കുന്നേ? ഞാൻ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി വാ, കണ്ണനെ അവൻ്റെ കോളേജിലാക്കണം. അതെന്താ ഇത്ര പെട്ടെന്ന്? ടീച്ചർ വിളിച്ചിരുന്നു, ഇന്ന് അവിടെ ഇൻസ്പെക്ഷൻ. എല്ലാവരും നിർബന്ധമായി വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ അപ്പം തന്നെ കണ്ണൻ തിരിച്ചു വരും. കണ്ണൻ എങ്ങനെ വരും? അത് ഞാൻ ഓട്ടോയിൽ വന്നോളാം, അവൻ പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ മാറിയിട്ട് വരാം. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, വേഗം വാ, നിനക്കൊരു സമ്മാനമുണ്ട്. അതെന്തായിരിക്കും എന്ന് ഞാൻ കുറേ നേരം ആലോചിച്ചു. എന്നിട്ട് ഞാൻ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി വന്ന് കണ്ണനെയും കൊണ്ട് കോളേജിൽ പോയി. പോകുന്ന വഴിക്ക് കണ്ണൻ പറഞ്ഞു, ചേട്ടാ ഇന്നലെ സൂപ്പറായിരുന്നു, ഡേസി ആൻറ്റിയെ കാണാൻ നല്ല രസമുണ്ട്.
ശ്വേതാൻ്റി അടിപൊളിയാടാ. ഇനി മുതൽ നിനക്ക് നിൻ്റെ അമ്മയെ കിട്ടുമല്ലോ. ചേട്ടൻ്റെ പരിപാടി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഷോ, പകല് കളി കാണാൻ പറ്റില്ലല്ലോ, ഈ നശിച്ച ഇൻസ്പെക്ഷൻ. സാരമില്ലടാ, ഇനിയും ദിവസമുണ്ടല്ലോ, നിങ്ങൾക്ക് എപ്പോൾ വേണേലും വരാമല്ലോ. അതാ ചേട്ടാ ഒരാശ്വാസം. വീട്ടിൽ നിന്നും ഒരു അരമണിക്കൂർ സമയമുണ്ട് അവിടെ എത്താൻ. അവനെ ഇറക്കി ഞാൻ അപ്പം തന്നെ വീട്ടിലേക്ക് പോന്നു. കാരണം കഴപ്പ് മുറ്റിയ 2 ഉഗ്രം പീസുകൾ വീട്ടിലുണ്ട്. ഞാൻ വേഗം വീട്ടിലെത്തി ഉള്ളിൽ കയറി. 2 പേരെയും അവിടെ എങ്ങും കണ്ടില്ല. അമ്മേ, എവിടാ? നിൻ്റെ റൂമിലേക്ക് വാ, ഞങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ റൂമിൻ്റെ വാതിൽ തുറന്നതും അമ്മയും ശ്വേതാൻ്റെയും കണ്ട് അതിശയിച്ചു പോയി. 2 പേരും സാരി ഉടുത്തു നിൽക്കുന്നു, അതും 2 പേരും അരഞ്ഞാണ് വിട്ട്. അത് കണ്ടപ്പോഴേ ഞാനങ്ങ് പൂത്തുലഞ്ഞു. അമ്മ ഒരു മഞ്ഞ നിറത്തിലുള്ള ഷിഫോൺ സാരിയും ആൻറ്റി പിങ്ക് നിറത്തിലുള്ള ട്രാൻസ്പെറൻറ്റ് സാരിയും. അമ്മ കഴുത്തിറങ്ങിയ കൈയില്ലാത്ത ബ്ലൗസാണ് ഇട്ടേക്കുന്നത്. ശരീരവടിവ് ആ സാരിയിൽ എടുത്ത് കാണുന്നുണ്ട്. ആൻറ്റിയുടെ ബ്ലൗസും വയറും എല്ലാം നിഴലടിച്ച് കാണുന്നുണ്ട്. വി ഷേപ്പിൽ മുന്നി വെട്ടി ഇറക്കിയ ബ്ലൗസിൽ ആൻറ്റിയുടെ ലുക്ക് നല്ല ഭംഗി തോന്നി. ആ വലിയ പൊക്കലിന് മേലെ കൂടിയാ അരഞ്ഞാണം കിടക്കുന്നത്. അതിന് കുറേ താഴെയായി സാരിക്കുത്ത്. എന്നെ കാണിക്കാൻ അവർ 2 ആളും ഒന്ന് വട്ടം കറങ്ങി. 2ൻ്റെയും പുറം നല്ലോണം കാണാം. പുറത്ത് ബ്ലൗസിൻ്റെ ഒരു നേർത്ത വള്ളി മാത്രമാണ് ഉള്ളത്. ഞാൻ ഇതെല്ലാം കണ്ട് അതിശയിച്ച് കണ്ണും മിഴിച്ച് നോക്കി നിന്നു. ഇത് കണ്ട് 2 ആളും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. മോനൂസേ, എന്തേ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? സൂപ്പർ, 2 ആളും അടിപൊളിയായിട്ടുണ്ട്. ഇതെന്താ പ്രത്യേകിച്ച് സാരിയൊക്കെ ഉടുത്ത്? മോനൂസ് ടാസ്കിൽ വിജയിച്ചില്ലേ, അതിനുള്ള സമ്മാനമാ. അതെന്തായാലും എനിക്കിഷ്ടപ്പെട്ട സമ്മാനമായി. ആൻറ്റിയെ സാരിയിൽ പ്രതീക്ഷയില്ല. നന്നായിട്ടില്ലേ? സാരി ആൻറ്റിക്ക് കൂടുതൽ ചേർച്ച നല്ല സെക്സി ലുക്കുണ്ട്. എടാ, അപ്പം ഞാനോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ അമ്മേ? ഇനി മുതൽ ശ്വേത നിനക്ക് മാത്രം സ്വന്തമാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇന്നു മുതൽ. എന്ന് വെച്ചാ? എടാ, നിൻ്റെ സമ്മതം ഇല്ലാതെ ഇവള് വേറെ ഒരാൾക്ക് കൊടുക്കില്ലെന്ന്. ആഹാ, അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള സമ്മാനം അല്ലേ? അതേടാ, ഇന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവുക. നിങ്ങളുടെ ആദ്യ രാത്രിയും. ഇപ്പം രാത്രിയാണെന്ന് വിചാരിച്ചാൽ മതി. നിങ്ങളെ ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അമ്മയോ? എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് എന്തുവാവാം. ഞാൻ അതും നോക്കി ഇവിടെ ഇരുന്നേക്കാം. ഷോ, എനിക്ക് നാണവാടി, ശ്വേത പറഞ്ഞു. അയ്യോ, ഒരു നാണക്കാരി. വേണമെങ്കിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോ, വെറുതെ സമയം കളയണ്ട. ഇന്ന് പോയാൽ പിന്നെ കുറച്ച് ദിവസം കഴിയും കൂടാൻ. ചെക്കന് ഇന്ന് രാത്രി വേറെ പണിയുള്ളതാ. ശ്വേതാൻ്റി ഒരു ചമ്മിയ മുഖത്തോടെ അമ്മയെ നോക്കി. അമ്മ പറഞ്ഞു, തുടങ്ങിക്കോ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ റൊമാൻറ്റിക് മൂഡിൽ വേണം എല്ലാം. ഞാൻ ആൻറ്റിയുടെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ചു. ആൻറ്റിയും എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ 2 കവിളിലും ഉമ്മ തന്നു. പിന്നെ എൻ്റെ കഴുത്തിൽ ഉമ്മ വെച്ചു. പിന്നെ ഞങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു. അമ്മ ഗാലറിയിലിരുന്ന് ഒരേ സമയം കമൻറ്റേറ്റർ കൂടെയായി. നല്ലൊരു വ്യത്യസ്ത അനുഭൂതിയാണ് ആൻറ്റി എനിക്ക് സമ്മാനിച്ചത്. അപ്പോഴാ എൻ്റെ ഫോൺ റിങ് ചെയ്തത്. അത് നീനു ആയിരുന്നു. ഞാൻ ഫോൺ എടുത്തു. വേഗം വാ, എല്ലാവരും എത്തി. അങ്ങനെ ഞാൻ വേഗം ഡ്രസ്സ് മാറി വന്നു. അമ്മയും ശ്വേത ആൻറ്റിയും അപ്പോഴും ഹാളിലുണ്ടായിരുന്നു. ആൻറ്റി ചോദിച്ചു, മോനൂസേ, ഇന്നിനി അവിടെ കൂടുവല്ലേ? അമ്മ പറഞ്ഞു, കള്ള് കുടിച്ചിനി വരാൻ നിൽക്കണ്ട. അല്ലെങ്കിലും അവരിന്ന് നിന്നെ വിടുമെന്ന് തോന്നുന്നില്ല. മോനെ, സൂക്ഷിച്ചു വേണം, അബദ്ധമൊന്നും കാണിക്കരുത്. ഞാനൊന്ന് ചിരിച്ചു. അപ്പോൾ ശ്വേതാൻ്റി പറഞ്ഞു, അതൊക്കെ ഷീജ നോക്കിക്കോളും. ഡാ, ഷീജ എന്ത് വേണേലും ആയിക്കോ, അതുപോലല്ല പിള്ളേർ. ശരി അമ്മേ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ അമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു. അപ്പോൾ ശ്വേതാൻ്റി ചോദിച്ചു, അപ്പോൾ എനിക്കില്ലേ?
ഞാൻ ശ്വേതാൻ്റിയുടെ അടുത്ത് ചെന്ന് മുറുക്കി കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ ഉമ്മ കൊടുത്തു. പിന്നെ കെട്ടിപ്പിടിക്കൽ വിടാതെ നിന്നപ്പോൾ അമ്മ ഇടപെട്ടു. മതി മതി, ഇപ്പോഴേ ആവേശം വേണ്ട, ബാക്കി അവിടെ ചെന്നിട്ട്. ഞങ്ങൾ അപ്പോൾ അകന്നു. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതാ, എത്ര പേരെ ഇവന് കിട്ടിയത്, ഇനിയും കിട്ടാൻ പോകുന്നത്. ഷോ, നീ എൻ്റെ ചെക്കൻ്റെ ലക്കിൽ കണ്ണ് വെക്കാതെ. അപ്പോൾ എല്ലാവരും ചിരിച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്നും കാറെടുത്തിറങ്ങി. ആദ്യം പോയി ഒരു കേസ് ബിയറും 2 ബോട്ടിൽ വോഡ്കയും വാങ്ങി. നീനുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും എത്തിയിരുന്നു. ഷീജമേമയാ ആദ്യം വന്നത്. മേമ എന്നെ കണ്ടതും വന്ന് കെട്ടിപ്പിടിച്ചു. നൈറ്റി ആവേശം. അപ്പോഴേക്കും അവരെല്ലാം വന്ന് ബോട്ടിലൊക്കെ എടുക്കാൻ സഹായിച്ചു. ഷീജ പറഞ്ഞു, ഈ പെമ്പിള്ളേരുടെ യോഗവേ, ബിയർ വാങ്ങി വരാൻ തരാൻ ആൾക്കാരാ. പുറത്തുനിന്നൊന്നും അല്ലല്ലോ അമ്മേ, നമ്മുടെ മോനൂസല്ലേ. ആ പിന്നെ കുടിക്കുന്നതൊക്കെ കൊള്ളാം, ബഹളം ഉണ്ടാക്കരുത്. പിന്നെ കുടിച്ചിട്ട് വണ്ടിയും എടുത്ത് പുറത്തു പോവരുത്. ഞാൻ അടുത്ത വീട്ടിൽ തന്നെ ഉണ്ടാവും. ആഹാ, മേമ പോവാണോ? നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നോളാം. അല്ല, ശ്വേത പോയാ? ഇന്ന് പോവാൻ നിന്നതാ. ഞാൻ ഇവിടേക്ക് വരുന്നതുകൊണ്ട് ശ്വേതാൻ്റി ഞാൻ വന്നിട്ട് നാളെ പോകൂ. അപ്പോൾ ഷീബ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു, ആ അപ്പോൾ അവിടെ അവരടിച്ചു പൊളിക്കും അല്ലേ? ആ എന്നാൽ ശരി, നിങ്ങൾ തുടങ്ങിക്കോ. അതും പറഞ്ഞ് മേമ അയൽപ്പക്കത്തുള്ള വീട്ടിൽ പോയി. വളരെ ചെറിയ വീടാണ്. ആകെ ഒരു മുറി, അത് അറ്റാച്ച്ഡ്. പിന്നെ ചെറിയ ഹാള്, കിച്ചൺ, സിറ്റ് ഔട്ട് മാത്രം. നീനു അവിടെ ഉള്ളവരെ എനിക്ക് പരിചയപ്പെടുത്തി, അവർക്ക് എന്നെയും. ആദ്യം വിനീത, നീനുവിൻ്റെ അമ്മായിയുടെ മോള. കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞതാണ്. 7 വയസ്സുള്ള മകളുണ്ട്. ചുരിദാർ ആവേശം, അത്യാവശ്യം തടിയുമുണ്ട്. ഇരുനിറമാണെങ്കിലും മുഴുപ്പൊക്കെ കാണാൻ രസമുണ്ട്. കണ്ടാൽ തന്നെ ഒരു കഴപ്പി ലുക്ക്. കൂട്ടത്തിൽ പരിപാടിയുടെ രുചി അറിഞ്ഞതിവളാ. സ്വന്തം ചേട്ടനുമായി പരിപാടിയുണ്ട് എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അടുത്തത് നീനുവിൻ്റെ വല്യപ്പൻ്റെ മക്കൾ റിൻസിയും ജിൻസിയും. ഇവരുടെ ചേട്ടനുമായാണ് ഷീജമേമ്മയ്ക്ക് ഇടപാട്. അവനും പൂശാറുണ്ടെന്ന് പറയുന്നതാ യാഥാർത്ഥ്യം. റിൻസി നിറം കുണമാണെങ്കിലും നല്ല അസല് ചരക്കാ. അടുത്തത് ജിൻസി, നല്ല ഗോതമ്പിൻ്റെ നിറം. മുഖത്ത് ചുണ്ട് കണ്ടാലേ കിസ് ചെയ്യാൻ തോന്നും. അത് ചുവന്ന് തുടുത്തിരിക്കുന്നു. ദൈവം എല്ലാം അറിഞ്ഞു കൊടുത്തിട്ടുള്ള ശരീരപ്രകൃതി. നല്ല പിന്നഴക. നടക്കുമ്പോൾ അതിൻ്റെ താളം കാണാൻ അടിപൊളിയാ. അടുത്തത് മിത്തു, നീനുവിൻ്റെ അനിയത്തി. കൂട്ടത്തിൽ ക്യൂട്ട് ആൻഡ് ഹോട്ടാണ് അവൾ. നല്ല കടഞ്ഞെടുത്ത ബോഡി, നല്ല ശരീരവടിവുള്ളതുകൊണ്ട് കാണാൻ നല്ല രസമാണ്. അവളൊരു ബനിയനും പാവാടയും ഇട്ടേക്കുന്നത്. ശരിക്കും എൻ്റെ അനിയത്തിയുടെ അതേ ഷേപ്പ് തന്നെ അവൾക്കും. പിന്നെ നീനു, അവളൊരു ജീൻസും ഷർട്ടും ആ വേഷം. ഇതാണ് അവളുടെ സ്ഥിരം വേഷം. കൂട്ടത്തിൽ എനിക്കിഷ്ടപ്പെട്ടത് ജിൻസിയെയും മിത്തുവിനെയുമാ. ജിൻസി എൻ്റെ പ്രായവും മിത്തുവിന് എന്നേക്കാൾ 1 വയസ്സ് കുറവുവാ. ഏറ്റവും മൂത്തത് വിനീത ചേച്ചിയും റിൻസിയും നീനുവും എന്നേക്കാൾ 1 വയസ്സ് മൂത്തതാ. എടാ, നമുക്ക് തുടങ്ങിയാലോ? നീനു ചോദിച്ചു. പിന്നെന്താ, തുടങ്ങാം. ആഹാ, ഇവനും കൂടുന്നുണ്ടോ? പിന്നില്ലാണ്ട്, ട്രീറ്റ് ചെയ്യുന്ന ആളില്ലാണ്ട് എങ്ങനാ? ആ, അത് നന്നായി. വീട്ടിലറിയണ്ട, തല്ലിക്കൊല്ലും എന്ന് റിൻസി പറഞ്ഞു. അതിന് നിങ്ങളെല്ലാവരും വീട്ടിൽ പോകുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നീനു പറഞ്ഞു, അവരെ വിടില്ല, ഇന്നിവിടെ കിടന്നാൽ മതി. ആ, അതാ നല്ലത്. കള്ള് കുടിച്ച് വണ്ടി ഓടിക്കണ്ട. ആ, എന്നാ ഒഴിച്ചോ. ആർക്കാ വോഡ്ക ഒഴിക്കണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ വിനീത പറഞ്ഞു, എല്ലാവർക്കും വേണം. ബിയർ മാത്രം മതിയെങ്കിൽ മോനൂസിനോട് പറയണോ? നീനുവിൻ്റെ റോയിച്ചായനോട് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നീനു പറഞ്ഞു, ആ, അങ്ങേരറിയണ്ട, അതാ മോനൂസിനെ വിളിച്ചേ. വിനീത ചേച്ചിയുടെ മോള് വന്നില്ലേ? ഞാൻ ചോദിച്ചു. കള്ളുകുടി പരിപാടിയിൽ മോളെ കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല. ആ ശരിയാ, അവൾ എല്ലാവരോടും പറയും. ഓ, അപ്പോൾ അതെന്തായാലും നന്നായി. അങ്ങനെ എല്ലാവരും റൂമിലെ കട്ടിലിരുന്നു.
ചുമരിൽ ചാരിയിരുന്ന എൻ്റെ വലതു ഭാഗത്ത് മിത്തുവും ഇടതുഭാഗത്ത് നീനുവും, മുന്നിൽ വിനീത ചേച്ചിയും അവളുടെ രണ്ട് സൈഡിലുമായി റിൻസിയും ജിൻസിയും ഇരുന്നു. മുന്നിലിരിക്കുന്ന 3 പേരും ചുരിദാറും ലെഗിൻസും ആയതുകൊണ്ട് ഇരിക്കുമ്പോൾ അവരുടെ തുടകൾ ലെഗിൻസിൽ നല്ല പോലെ കാണാം. അങ്ങനെ ഓരോന്നും പറഞ്ഞിരുന്ന് 2 പെഗ് എല്ലാവരുടെയും കഴിഞ്ഞു. നീനു പറഞ്ഞു, അതെ, ഞാൻ ഈ ജീൻസ് മാറിയിട്ട് വരാം, ഇത് വിട്ടുകൊണ്ടിരിക്കാൻ ഒരു സുഖവും ഇല്ല. ആ, അത് ശരിയാ. അപ്പോൾ ജിൻസി പറഞ്ഞു, നീനു മറന്നിട്ട് ഷർട്ട് മാത്രം ഇട്ടിട്ട് വരല്ലേ, മോനൂസ് ഉള്ളതാ. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ഞങ്ങൾ മാത്രം ഉള്ളപ്പോൾ അവൾ ഇടാണ്ടും വരും, ചീ പോടി. അതും പറഞ്ഞ് അവൾ റൂമിൽ നിന്നും ഒരു ട്രൗസർ എടുത്ത് ഹാളിൽ പോയി ഇട്ടിട്ട് വന്നു. കാൽമുട്ടിന് മുകളിൽ വരെ ഇറക്കമുള്ളൂ. തീരെ രോമം ഇല്ലാത്ത കണങ്കാലുകൾ നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ട്രൗസർ കുറച്ച് പൊന്തി 2 തുടകളും കുറച്ച് കാണാൻ പറ്റി. ഞാനത് നോക്കുന്നത് അവർ ശ്രദ്ധിച്ച് കാണും. മിത്തു പറഞ്ഞു, ഓ ഭാഗ്യം, ഇതെങ്കിലും ഇട്ടല്ലോ. അപ്പോൾ എല്ലാവരും ചിരിച്ചു. നീനു പറഞ്ഞു, എടാ ഇവരും ഇങ്ങനെ തന്നെയാ, നീ ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടേക്കുന്നത്. എന്നെ നോക്കണ്ട, നിങ്ങൾ സാധാരണ ഉള്ള പോലെ തന്നെ മതിയെല്ലാം. ഞാനും ഈ ജീൻസ് മാറിയാലോ എന്ന് വിചാരിക്കുക. നീ ഡ്രസ്സ് കൊണ്ടുവന്നോ? ഇല്ല. എന്നാ മിത്തുവിൻ്റെ ട്രൗസർ ഉണ്ടാവും, അതിട്ടോ? ആ, അത് ഞാൻ എടുത്തു തരാം, മിത്തു പറഞ്ഞു. അപ്പോൾ നിങ്ങളാരും മാറുന്നില്ലേ? മോനൂസേ, ഒന്നുകൂടെ ഒഴിക്ക്, എന്നിട്ട് മാറാം. തൽക്കാലം നീ മാറിക്കോ. അത് പറയുമ്പോൾ വിനീത ചേച്ചിയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. മിത്തു എനിക്കൊരു ട്രൗസറും ബനിയനും അലമാരയിൽ നിന്ന് എടുത്തു തന്നു. ഞാനത് അടുക്കളയിൽ പോയി ഇട്ടിട്ട് വന്നു. ട്രൗസറിൻ്റെ മുന്നിലുള്ള മുഴയിൽ അവരുടെ കണ്ണുകൾ അറിയാത്ത പോലെ നോക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് നടിച്ച് കട്ടിലിൽ കയറിയിരുന്നു. നീനുവിൻ്റെ തുടയും എൻ്റെ കാൽമുട്ടും ചെറുതായി മുട്ടിയിരുന്നു. അത് ഞാനും അവളും അറിയാത്ത പോലെ ഇരുന്നു. അതിനിടയിൽ ജിൻസി എല്ലാവർക്കും മദ്യം ഒഴിച്ചു. ബിയറാണ് മിക്സ് ചെയ്തത്. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ വിനീത പറഞ്ഞു, നമുക്ക് മാറാന്നേ, ഇല്ലെങ്കിൽ പുഴുത്ത് ചാകും. മോനൂസേ, നമുക്ക് ഹാളിൽ പോകാം, ഇവർ മാറിക്കോട്ടെ എന്ന് നീനു പറഞ്ഞു. അപ്പോൾ റിൻസി പറഞ്ഞു, അത് വേണ്ട, നീയും ഇവിടെ ഇരി, മോനൂസ് ഹാളിൽ പൊക്കോളും. അങ്ങനെ ഞാൻ മാത്രം ഹാളിൽ പോയിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതും അവർ വിളിച്ചു. ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ എല്ലാവരും മാറിക്കഴിഞ്ഞിരുന്നു. നീനുവും മിത്തുവും ജിൻസിയും ട്രൗസറും ഷർട്ടും ആയിട്ടേക്കുന്നത്. വിനീതയും റിൻസിയും ട്രൗസറും ബനിയനും. എല്ലാവരുടെയും തുട കുറച്ച് കാണാം. സൈഡ് തിരിഞ്ഞാൽ കുറച്ച് നല്ല സീനൊക്കെ കാണാൻ പറ്റും. റിൻസിയുടെയും വിനീതയുടെയും സ്ട്രക്ചറൊക്കെ ബനിയനിൽ നല്ലോണം കാണാം. കട്ടിലിൽ വട്ടം കൂടിയിരിക്കാൻ പറ്റാത്ത കൊണ്ട് എല്ലാവരും നിലത്തായിരുന്നത്. ഞാൻ ആദ്യം കട്ടിലിൽ ചാരി നിലത്തിരുന്നു. അപ്പോൾ അവരെല്ലാവരും കുപ്പിയും ഗ്ലാസ്സും എല്ലാം നിലത്തേക്ക് വെച്ചു. അതെല്ലാം വെക്കാനായി റിൻസിയും വിനീതയും എൻ്റെ മുന്നിൽ കുനിഞ്ഞു നിന്നപ്പോൾ നയനസുന്ദരമായ കാഴ്ച കണ്ടു. ഞാൻ അതൊക്കെ അറിയാത്ത പോലെ നോക്കി. പക്ഷേ അപ്പോൾ വിനീത ചേച്ചിയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ജിൻസി പറഞ്ഞു, നമുക്ക് കുറച്ചു നേരം ചീട്ട് കളിച്ചാലോ? ആ, അത് നല്ല ഐഡിയ. ആഹാ, കള്ളുകുടിയും ചീട്ട് കളിയും ബെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതെന്താ, ആണുങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ? ഇതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾക്കും പറ്റും, നീനു കയറി പറഞ്ഞു. ചെറുതായിട്ടൊരു ഫെമിനിസം മണക്കുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ വിനീത പറഞ്ഞു, ആ, ഇവക്ക് കുറച്ച് കൂടുതലാ. കളിക്കാൻ ഞാൻ റെഡി. ഇപ്പോഴേ റെഡിയായോ? അപ്പോൾ ചീട്ടുകളി ഇല്ലേ? അത് പറഞ്ഞപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു. നീനു വേഗം ചീട്ടെടുത്ത് വന്നു. ഇതിനിടയിൽ ഫുള്ളൊന്ന് കഴിഞ്ഞു. നമുക്ക് ടീമായിട്ട് കളിക്കാം. ശരി, ഞാനും മോനൂസും ജിൻസിയും ഒരു ടീം, ഞങ്ങളല്ലേ കൂട്ടത്തിൽ ഇളയത് എന്ന് മിത്തു പറഞ്ഞു. ശരി, ഞാനും നീനുവും റിൻസിയും ടീം എന്ന് വിനീതയും പറഞ്ഞു. ആ, ഒരു കാര്യം, തോറ്റ ടീം ട്രൂത്ത് ഓർ ഡെയർ ചെയ്യണം. ഡെയർ എന്ന് പറയുമ്പോൾ ഗെയിം എല്ലാം പെടും, എന്നാലേ ഈ ടീം ഞാൻ സമ്മതിക്കൂ. ഓക്കെ, നിങ്ങൾ തന്നെ ആവും തോൽക്കുക. ആഹാ, അത് നോക്കാമല്ലോ. അങ്ങനെ എല്ലാവരും അവരവരുടെ ടീമിൻ്റെ കൂടെ നിരന്നിരുന്നു.
എൻ്റെ രണ്ട് സൈഡിലുമായി മിത്തുവും ജിൻസിയും ഇരുന്നു. എൻ്റെ നേരെ മുന്നിൽ നീനുവും അവളുടെ രണ്ട് സൈഡിലുമായി വിനീതയും ജിൻസിയും ഇരുന്നു. ജിൻസിയുടെയും മിത്തുവിൻ്റെയും തുടകൾ പകുതി പുറത്താ. നല്ല നേമുറ്റിയ തുടകളാ രണ്ടു പേർക്കും. ഒരു തരി പോലും രോമമില്ല. ജിൻസിയുടെ കാൽമുട്ട് എൻ്റെ കാലി മുട്ടിയായിരിക്കുന്നത്. അതിൻ്റെ ത്രില്ല് ഞാൻ ആസ്വദിച്ചിരുന്നു. അങ്ങനെ കളി തുടങ്ങി. ആദ്യ കളി എൻ്റെ ടീം വളരെ ഭംഗിയായി തോറ്റു. അവർ 3 പേരും ഞങ്ങളെ കളിയാക്കിയിരുന്നു. നീനു പറഞ്ഞു, എന്തായിരുന്നു വീരവാദം, ഇപ്പോൾ തോറ്റില്ലേ? ഞങ്ങൾ ചമ്മിയ മുഖത്തോടിരുന്നപ്പോൾ വിനീത ചോദിച്ചു, ട്രൂത്ത് ഓർ ഡെയർ? ഞങ്ങൾ 3 പേരും പരസ്പരം ആലോചിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ട്രൂത്ത്. നിങ്ങൾ എന്ന അവസാനമായിട്ട് മറ്റേ മൂവി കണ്ടത്? ഇത് കേട്ട് ഞങ്ങളുടെ മുഖം ചമ്മി. ജിൻസി പറഞ്ഞു, ചേച്ചി മോനൂസ് ഇരിക്കുന്നു, അതൊക്കെ എങ്ങനെയാ പറയുക? അത് പറ്റില്ല, കളി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞതാണേ. ആ പറ മോനൂസ് തന്നെ തുടങ്ങിക്കോ, അപ്പോൾ ഇവരുടെ ചമ്മൽ മാറും. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, 2 ആഴ്ച മുമ്പേ. മിത്തു പറഞ്ഞു, ഞാൻ ഇന്നലെ. ജിൻസി പറഞ്ഞു, ഞാൻ മിനിഞ്ഞാന്ന്. ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ തുടയിൽ പതിയെ അടിച്ചു. അവരടി കിട്ടിയ ഭാഗം നാണത്താൽ തലോടുന്നത് മുന്നിലിരിക്കുന്ന ടീം ഒരു കള്ളച്ചിരിയോടെ നോക്കുന്ന ഞാൻ ശ്രദ്ധിച്ചു. കുപ്പി അതിനിടയിൽ കുറഞ്ഞു വന്നു. അങ്ങനെ അടുത്ത റൗണ്ട് കളി തുടങ്ങി. അതും ഞങ്ങൾ വളരെ ഭംഗിയായി തോറ്റു. നീനു ചോദിച്ചു, ട്രൂത്ത് ഓർ ഡെയർ? ഇനി ഡെയർ മതി. കിസ് ചെയ്യണം. അത് പറ്റില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ, എന്തായാലും ചെയ്യണം. ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ് ചെയ്തതല്ലേ. റിൻസി പറഞ്ഞു, ഞങ്ങൾക്കും അവസരം കിട്ടും, അപ്പോൾ കാണിച്ചു തരാം. ഞങ്ങൾ ചെയ്യും. നിങ്ങൾ കണ്ടോ, മോനൂസിന് ഒരു കിസ്സിങ് സീനായില്ലേ? അപ്പോഴേക്കും എല്ലാവരുടെയും നാണം മാറിയിരുന്നു. ആദ്യം നീനുവും വിനീതയും ഉമ്മ വെച്ചു. ആദ്യം ചുണ്ടിൽ പതിയെ ചുംബിച്ചു. പിന്നെ റിൻസിയും വിനീതയും, റിൻസിയും നീനുവും. ഇതെല്ലാം കണ്ട് എൻ്റെ കൺട്രോൾ പതിയെ വിട്ടു തുടങ്ങി. മോനൂസേ എങ്ങനെയുണ്ട്, കൊള്ളാവോ? സൂപ്പർ, നല്ല പരിചയമുണ്ടല്ലോ 3 ആൾക്കും. ആ പിന്നില്ലാണ്ട്. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ചെറു നാണം ഉണ്ടായിരുന്നു. അടുത്ത റൗണ്ട് ഞങ്ങളാ തോറ്റത്. ഡെയറാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അവർ 3 പേരും ഞങ്ങൾ കേൾക്കാതെ പരസ്പരം ചെവിയിൽ എന്തോ പറഞ്ഞു. എന്നിട്ട് നീനു പറഞ്ഞു, ഇതൊരു ബലൂൺ പൊട്ടിക്കൽ ഗെയിമാണ്. മിത്തുവും ജിൻസിയും ബെഡിൽ കുനിഞ്ഞു നിൽക്കുമ്പോൾ ബാക്കിൽ ഒരു ബലൂൺ വെക്കും. ആ ബലൂൺ മോനൂസ് പൊട്ടിക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് കുറേ ട്രൂത്ത് ആൻഡ് ഡെയർ ഗെയിമുണ്ട്. പിന്നീട് കളി കാര്യമാകുന്നതും അവിടെ ഒരു മാമാങ്കം തന്നെ നടക്കുന്നതുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് പ്രീമിയം ടെലിഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പം അതിൽ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൽ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയക്കാനുള്ളൊരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ. അതിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് കയറി എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.